ഹൃദയം തകർന്നിടും വേളകളിൽ ആശ്രയം തേടി നീ അലഞ്ഞിടുമ്പോൾ ഹൃദയം തകർന്നിടും വേളകളിൽ ആശ്രയം തേടി നീ അലഞ്ഞിടുമ്പോൾ കൂട്ടിനായുണ്ടൻ പ്രാണനാഥൻ നീ അവൻ മാറിൽ ചാരുമോ കൂട്ടിനായുണ്ടവൻ പ്രാണനാഥൻ നീ അവൻ മാറിൽ ചാരുമോ അനാഥനെന്നു നീ കരുതിടേണ്ട ആരോരുമില്ലെന്ന് ഓർത്തിടേണ്ട അനാഥനെന്നു നീ കരുതിടേണ്ട ആരോരുമില്ലെന്ന് ഓർത്തിടേണ്ട അഭയം തരുന്നവൻ നിനക്കൊരുവൻ നീ അവൻ മാർവിൽ ചാരുമേ അഭയം തരുന്നവൻ നിനക്കൊരുവൻ നീ അവൻ മാർവിൽ ചാരുമേ അനാഥനെന്നു നീ കരുതിടേണ്ട ആരോരും ഇല്ലെന്ന് ഓർത്തിടേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചിക്കാഗോ പ്രയർ ലൈൻ എന്ന പേരിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 6 മണി മുതൽ 7 മണി വരെ നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥന സംഗമത്തിൽ സംബന്ധിക്കാൻ സാഹചര്യങ്ങളെ സംജാതമാക്കിയ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും ആരാധനയും വളരെ ഹൃദയംഗമായി അർപ്പിക്കുന്നു. വിശേഷിച്ച് ഈ സംഗമത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ബഹുമാനപ്പെട്ട ദൈവദാസിമാർ, സ്നേഹമുള്ള പ്രിയപ്പെട്ടവർ, ഏവർക്കും കർത്താവും രക്ഷകനുമാകുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ കൂടെ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. ഏറെ പ്രിയങ്കരനും ബഹുമാനനുമായ പാസ്റ്റർ സുനിൽ അവറുകൾ ഈ മീറ്റിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തുകയും വന്ന് സംബന്ധിക്കാമെന്ന് അദ്ദേഹത്തോട് വാക്ക് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തത്. ചില നാളുകൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചില വർഷങ്ങൾക്ക് മുൻപ്, 1-2 വർഷങ്ങൾക്ക് മുൻപ് ഈ മീറ്റിംഗിൽ ഞാൻ ദൈവത്തിന്റെ വചനം സംസാരിച്ചിട്ടുണ്ട്. FACക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ചില വർഷങ്ങൾക്ക് ശേഷമാണ് ഒരിക്കൽ കൂടെ ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ കർത്താവ് അവസരമൊരുക്കിയത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. 1998 അവസാന കാലഘട്ടത്തിൽ, 99 ആരംഭ കാലഘട്ടത്തിലാണ് ഞങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയത്. എൻ്റെ സ്വന്തം സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ മാതാവിന് വളരെ കലശലായ രോഗമുണ്ടായിരുന്നു. വിവിധ ഹോസ്പിറ്റലുകളിൽ മാറി മാറി ചികിത്സിച്ചിട്ടും ആ രോഗത്തിനൊന്നും ശമനം വന്നില്ല. ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ശ്രീ ചിത്ര തിരുനാൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തള്ളി അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സമയത്താണ് ആശുപത്രി വിസിറ്റിങ്ങിന് വേണ്ടി വന്ന കർത്തൃദാസന്മാരിൽ നിന്ന് യേശു കർത്താവിനെ കുറിച്ച് കൂടുതലായി അറിയേണ്ടതുപോലെ അറിയുവാൻ ദൈവം അവസരമൊരുക്കിയത്.
അന്നു മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ മാതാവിനെ വീട്ടിലേക്ക് മടക്കി വരുത്തി. തുടർന്ന് ഞങ്ങൾ ദൈവസഭയുടെ അംഗങ്ങളായി മാറി. എൻ്റെ കലാലയ ജീവിതത്തിന്റെ അവസാനം ദൈവത്തിന്റെ വിളി കേൾക്കുകയും അതിനെ സമർപ്പിക്കപ്പെടുകയും ചെയ്തു. വിവിധ കോളേജുകളിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ 13-ൽ പരം വർഷങ്ങളായി അടൂരിലും ഇപ്പോൾ കോട്ടയത്തും കർത്താവിന്റെ വേലയിൽ കുടുംബമായി ഞങ്ങളായിരിക്കുന്നു. ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭ കാനം സെന്ററിൽ അരീപ്പറമ്പ് ബഥേൽ സഭയുടെ ശുശ്രൂഷകനായി ഇപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഞാനും കുടുംബമായിട്ട് പ്രവർത്തിക്കുന്നു. കോട്ടയം പുതുപ്പള്ളിക്കടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നു. എനിക്ക് വൈഫും 2 കുട്ടികളുമുണ്ട്. മൂത്ത കുട്ടി പെൺകുട്ടിയാണ്, അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയത് ആൺചെറുക്കനാണ്, അവന് UKG-യിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ആമേൻ, സ്തോത്രം. എന്നെ പരിചയപ്പെടുത്തുവാനല്ല ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത്, ബഹുമാന്യ കർത്തൃദാസൻ അങ്ങനെ ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ആ മുഖവാക്കുകൾക്കൊക്കെ ഇവിടെ വിരാമം കുറിച്ചിട്ട് ഇതൊരു പ്രാർത്ഥന ലൈൻ ആയതുകൊണ്ടും നിരവധി വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തുടർമാനമായി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഏക കാരണം കൊണ്ടും പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ നിങ്ങളോട് ഇന്ന് അല്പസമയം ദൈവ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗാനങ്ങൾ ആലപിച്ച ബഹുമാന്യ കർത്തൃദാസനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളായിരുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അങ്ങനെ ആമുഖ വാക്കുകൾക്കൊക്കെ ഇവിടെ വിരാമം കുറിച്ച് നിങ്ങളോട് സംവാദിക്കേണ്ടതിന് ആമേൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വേദഭാഗത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പരിചിതമായ വേദഭാഗമാണ് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ആ വാക്യങ്ങളിലെ അവസാനത്തെ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ അപേക്ഷിച്ചതിനെയെല്ലാം ദൈവം അവന് നൽകി. അവൻ അപേക്ഷിച്ചതിനെയെല്ലാം ദൈവം അവന് നൽകി. ആരപേക്ഷിച്ചതിനെ എന്ന് ചോദിക്കുമ്പോഴാണ് 9-ാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് അത് എബേസ് എന്ന ഒരു വ്യക്തിയാണ്. എബേസ് എന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പകൽ സമയം ഞാൻ 2 ഭാഗമായിട്ടാണ് ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എബേസ് എന്ന മനുഷ്യനെ കുറിച്ച്. 2, എബേസിന്റെ പ്രാർത്ഥനയെ കുറിച്ച്. എബേസ് എന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കണം. 10-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ അവൻ അപേക്ഷിച്ചതിനെയെല്ലാം ദൈവം അവന് നൽകി എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രാരംഭത്തിങ്കിൽ ഒരു സന്ദേശം ആ വാചകത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ആമേൻ സ്തോത്രം മുൻപോട്ട് കടന്നു പോകട്ടെ. പ്രിയപ്പെട്ടവരെ, അവൻ അപേക്ഷിച്ചതിനെ എല്ലാം ദൈവം അവന് നൽകി കൊടുത്തെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്ന, ഈ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ചെറുതാകട്ടെ വലുതാകട്ടെ, ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ, തലമുറകൾ സംബന്ധിച്ച വിഷയമാകട്ടെ, ശുശ്രൂഷകൾ സംബന്ധിച്ച വിഷയമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ ഉത്തരമരുളുവാൻ കരുത്തുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ആ ദൂതൊരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. അപേക്ഷിക്കുന്നതിനെ തിരികെ തരുവാൻ കരുത്തനായ ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തിന് വിരാമം ഇടുകയാണ്. അടുത്തത്, ആരാണ് എബേസ് എന്നുള്ള ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ നൽകുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രത്യേകിച്ച് 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ നമുക്കറിയാം. ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം സർവ്വസാധാരണയായി ആരും വായിക്കാറില്ല. വായിക്കാത്തതിന്റെ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇത് മുഴുവനും പേരുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് വായിച്ചാൽ വലിയ പ്രയോജനവും ഒന്നുമില്ല
എന്ന കാരണത്താൽ ആളുകൾ വായിക്കാറില്ല. രണ്ടാമത്തെ കാരണം, വായിച്ചാലിട്ട് മനസ്സിലാകുമോ? അതുമില്ല. കാരണം തിരിയാത്ത കുറെ പേരുകൾ. നമുക്കറിയാം, 1 മുതൽ ഏതാണ്ട് 9 അധ്യായം വരെ നിരവധി ആളുകളുടെ പേരുകൾ ഗോത്രമായിട്ട് തരം തിരിച്ചിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ, നമ്മൾ സംസാരിക്കത്തില്ലെന്ന്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ലഭിക്കാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിവിടുകയാണെങ്കിൽ, ആ തള്ളിവിടുന്ന വാക്യത്തിൽ നിന്ന് പോലും, പേരിൽ നിന്ന് പോലും നമ്മളോട് സംസാരിക്കുവാൻ ദൈവത്തിനുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം ദൈവ ശ്വാസീകമാണ്. ദൈവത്തിന്റെ വചനം പ്രവചന ഗ്രന്ഥമാണ്. ദൈവത്തിന്റെ വചനം വാഗ്ദത്തങ്ങളുടെ ഗ്രന്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു വാക്യത്തിനും ഒരു വാചകത്തിനും എന്നോട് സംസാരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവത്തിന് നമ്മോട് ഇടപെടുവാൻ കഴിവുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ ഈ വാക്യങ്ങളെയൊക്കെ, ഈ അധ്യായങ്ങളെയൊക്കെ കൂട്ടിക്കെട്ടി വിട്ടായിരുന്നെങ്കിൽ 9-ാമത്തെ വാക്യത്തിൽ 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമുക്ക് ഒരു വ്യക്തിയെ നഷ്ടപ്പെടുമായിരുന്നു. അത് മറ്റാരുമല്ല, പ്രാർത്ഥനാ വീരനായ എബേസിനെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് എബേസ് എന്ന ചോദ്യത്തിന് 1-2 ഉത്തരങ്ങൾ അതിൽ നൽകി തരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എബേസിന്റെ പ്രാർത്ഥന നമുക്കറിയാം. വേദപുസ്തകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പഠിക്കുമ്പോൾ എബേസ് മാത്രമല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അനവധി ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എബേസിന്റെ പ്രാർത്ഥന പവർഫുൾ പ്രാർത്ഥനയായി മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് എബേസിന്റെ പ്രാർത്ഥന പവർഫുൾ പ്രാർത്ഥനയായി മാറിയത്? ശ്രദ്ധിക്കൂ, വേദപുസ്തകത്തിൽ അനവധി ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അവരെ പോലെ ഉള്ള ഒരാളായിരുന്നില്ല എബേസ്. നമ്മൾ എബേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, വ്യസനത്തിൽ തന്നെ, പ്രസവത്തിങ്കൽ തന്നെ ഇവൻ എന്നെ വ്യസനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവന് പേരിടുകയാണ്, വ്യസനത്തിന്റെ പുത്രൻ. അപ്പോൾ ജനിച്ചപ്പോ തന്നെ വ്യസന കാരണമായി തീർന്ന മനുഷ്യനാണ് എബേസ്. ഏലിയാവ് അങ്ങനെയായിരുന്നില്ല. യാക്കോബ് അങ്ങനെയായിരുന്നില്ല. അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനാ വീരന്മാരായ പ്രിയപ്പെട്ടവർ അങ്ങനെയായിരുന്നില്ല. ജനനത്തിങ്കൽ തന്നെ ഒരു വികലാംഗ അനുഭവത്തോടുകൂടെ, ഒരു വ്യസനത്തോടുകൂടെ ജനിച്ച മനുഷ്യനായിരുന്നു എബേസ്. എന്നും കൂടെ പറഞ്ഞാൽ പരിമിതികളുള്ള, പരാധീനതകളുള്ള ഒരു മനുഷ്യനായിരുന്നു എബേസ്. ആ എബേസിന്റെ പ്രാർത്ഥനയ്ക്ക് ചരിത്രം തിരുത്താൻ കരുത്തുണ്ടായിരുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരാധീനതകൾ പരാതികൾ പറഞ്ഞ് ഒതുങ്ങുവാനല്ല സ്വർഗം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ചരിത്രത്തെ തിരുത്തുന്ന പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കട്ടെ എന്നാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഒതുങ്ങിപ്പോകുവാൻ ശ്രമിക്കാറുണ്ട്. അയ്യോ, സമയമില്ല, അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ, നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയി പോയില്ലയോ, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒതുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഒന്നിനും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒതുക്കാൻ കഴിയരുത്. സ്തോത്രം. ലിമിറ്റേഷൻസ് തിരിച്ചറിഞ്ഞ എബേസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പരാധീനതകളെ, നമ്മുടെ പരിമിതികളെ, നമ്മുടെ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ആത്മാവിൽ ഒരു ദൂതായി പറയുന്നു, ചരിത്രത്തെ തിരുത്താൻ ചില പ്രാർത്ഥനക്കാരെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാനിടയാകും.
കുടുംബത്തിന്റെ ചരിത്രത്തെ തിരുത്താൻ, ആമേൻ ബിസിനസിന്റെ ചരിത്രത്തെ തിരുത്താൻ, ആത്മീകതയുടെ ചരിത്രത്തെ തിരുത്താൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാനിടയാകും. ഈ ദിവസങ്ങളിൽ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം എന്താണെന്നറിയാമോ? ആമേൻ ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥനക്കാർ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചിക്കാഗോ പ്രയർ ലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു, പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥനക്കാരികൾ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനക്കാർക്ക് മാത്രമേ ചരിത്രത്തെ തിരുത്താൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥനക്കാർക്ക് മാത്രമേ പുതിയ ഒന്നിനെ സൃഷ്ടിക്കാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥനക്കാർക്ക് മാത്രമേ പുതിയ ദൈവത്തിന്റെ പ്രവർത്തികളെ നിവർത്തിലേക്ക് പ്രാർത്ഥനയിലൂടെ കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സാഹചര്യങ്ങളെ പടിചാരിക്കൊണ്ട് പ്രാർത്ഥന കുറയ്ക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അപ്പൊ യബ്ബേസിന്റെ പ്രാർത്ഥനയുടെ പവർ എന്തായിരുന്നു? നമ്മൾ പറയാറുണ്ട് യബ്ബേസിന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. എന്താണ് അതിന് കാരണം? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിപ്പെടാൻ കാരണം രണ്ട് കാരണമാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ തിരിച്ചറിവാണ്. അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് ഒന്ന്, അദ്ദേഹത്തെ കുറിച്ചുള്ള തിരിച്ചറിവായിരുന്നു. രണ്ട്, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ യബ്ബേസിന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥനയായി തീരാൻ കാരണം യബ്ബേസിന്റെ തിരിച്ചറിവാണ്. രണ്ട് വിധത്തിലുള്ള തിരിച്ചറിവ്. ഒന്ന്, തന്നെ കുറിച്ചുള്ള തിരിച്ചറിവ്. രണ്ട്, തന്റെ ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവ്. എന്താണ് തന്നെ കുറിച്ചുള്ള തിരിച്ചറിവ്? തന്നെ കുറിച്ചുള്ള തിരിച്ചറിവിൽ യബ്ബേസ് പറയുകയാണ്, ഞാൻ വികലാംഗനാണ്, ഞാൻ അംഗപരിമിതനാണ്, ഞാൻ പരാതികളുള്ളവരാണ്, ഞാൻ പരിമിതികളുള്ളവരാണ്, ആളുകൾ എന്നെ വ്യസനത്തിന്റെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്, എനിക്ക് എന്റെ സാഹചര്യം നന്നായിട്ടറിയാം, ഇതിനപ്പുറം ഒന്നും ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതാണ് തന്നെ കുറിച്ചുള്ള തിരിച്ചറിവ് യബ്ബേസിനുണ്ടായത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ രണ്ടാമത്തെ തിരിച്ചറിവ് സ്തോത്രം യബ്ബേസിനുണ്ടായത് സ്തോത്രം ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ ദൈവത്തോട് എന്നൊരു പദം അവിടെ കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ ദൈവത്തോടെന്ന് പറയുമ്പോ ഇസ്രായേലിന്റെ ദൈവത്തോട് എന്ന് പറയുമ്പോ ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് അവന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അംഗപരിമിതനാണെങ്കിലും വികലാംഗനാണെങ്കിലും ലോകം മുഴുവനും അവനെ വ്യസനത്തിന്റെ പുത്രൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും ദൈവത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ദൈവത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. ഇന്ന് പകൽ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യം ഉണ്ടാകേണ്ട തിരിച്ചറിവ് നമ്മളെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. നമ്മളെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നമ്മൾ ഒതുങ്ങിപ്പോകരുത്. നാം നമ്മുടെ ദൈവത്തെ തിരിച്ചറിയണം. ദൈവത്തെ തിരിച്ചറിയുമ്പോ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. ആ പ്രാർത്ഥനയ്ക്ക് പവർ കൂടുതലാണ്, ആ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുതലാണ്, ആ പ്രാർത്ഥനയ്ക്ക് ചില നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയും, ആ പ്രാർത്ഥനയ്ക്ക് ചില സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും. ആ പ്രാർത്ഥനയ്ക്ക് മാന്യൻ എന്ന പദവിയിൽ നിന്ന് ഏറ്റവും മാന്യൻ എന്ന പദവിയിലേക്ക് കൊണ്ടുവരുവാനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തിരിച്ചറിയാം, നമ്മുടെ ബലഹീനതകൾ തിരിച്ചറിയാം, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാം. എന്നിട്ട് ഇസ്രായേലിന്റെ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. യബ്ബേസ് തിരിച്ചറിഞ്ഞു, ഞാൻ വികലാംഗനാണ്, പക്ഷെ എന്റെ ദൈവം വികലാംഗനല്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാതു മന്ദമായിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് സ്തോത്രം യബ്ബേസ് മനസ്സിലാക്കിയത്, ഞാൻ വികലാംഗനാണ്, പക്ഷെ എന്റെ ദൈവം വികലാംഗനല്ല. ഞാൻ പരിധികളുള്ളവനാണ്, എന്റെ ദൈവം പരിധികളില്ലാത്തവനാണ്. ഞാൻ പരിമിതികളുള്ളവനാണ്, എന്റെ ദൈവം പരിമിതികളില്ലാത്തവനാണ്. ഞാൻ പരാതിയുള്ളവനാണ്, എന്റെ ദൈവത്തിന് പരാതികളില്ല. ഞാൻ മാന്യനാണ്, എന്റെ ദൈവം അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ കരുത്തുള്ളവനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമുക്ക് ലോകത്തെ കുറിച്ചുള്ള തിരിച്ചറിവിനേക്കാൾ കൂടുതൽ ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കൂ.
നമ്മളിലൂടെ ദൈവം ഒരു പുതിയ ചരിത്രത്തെ ചരിത്രത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഒന്നാമത്തെ യബ്ബേസിന്റെ പ്രത്യേകത, താന് ആമേൻ സ്തോത്രം തന്റെ ലിമിറ്റേഷൻസ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യബ്ബേസ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ യബ്ബേസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ്. യബ്ബേസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ്. ആമേൻ സ്തോത്രം. നമുക്കറിയാം, ആ 9-ാമത്തെ വാക്യം നമ്മൾ മനസ്സിരുത്തി വായിച്ചാൽ, ആമേൻ സ്തോത്രം, ഇസ്രായേലിന്റെ ദൈവത്തോട് യബ്ബേസ് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ, ആമേൻ അവന്റെ വേദനയിൽ അല്ലെങ്കിൽ അവന്റെ സങ്കടത്തിൽ അവന്റെ അമ്മയോ അവന്റെ അപ്പനോ അവന്റെ കൂട്ടുകാരോ അവന്റെ കൂടപ്പുറപ്പുകളോ അവന്റെ ബന്ധുമിത്രാദികളോ ആരും പങ്കെടുത്തതായി നമ്മൾ വായിക്കുന്നില്ല. കാരണം എന്താണ്? അവന്റെ വേദനയിൽ ആരും അവനോട് കൂടെ കൂട്ടാതിരുന്നതിന്റെ കാരണം എന്താണ്? കൂടെ ആമേൻ സ്തോത്രം കൂടാൻ കാരണം എന്തുകൊണ്ടാണ് കൂടാതിരുന്നത്? എന്തുകൊണ്ടാണ് കൂടാതിരുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് കൂടാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല. ആമേൻ സ്തോത്രം. അവന്റെ അപ്പനും അമ്മയും അവന്റെ സഹോദരങ്ങളും ഒന്നും അവനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ ഇരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, അവനെ കുറിച്ച് അവർക്കൊരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. സ്തോത്രം. അവനെ കുറിച്ച് അവർക്കൊരു പ്രതീക്ഷയില്ല. ആമേൻ. അവനെ കുറിച്ച് അവന് പ്രതീക്ഷയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ആ അമ്മ അവന് വ്യസനത്തിന്റെ പുത്രൻ എന്ന് പേരിടാൻ കാരണം. ഏതെങ്കിലും അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേരിടുവോ? എൻ്റെ മകളുടെ പേര് എഡ്രീന എന്നാണ്, എൻ്റെ മകന്റെ പേര് എഡ്രിയേൽ എന്നാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് പേരിട്ടപ്പോ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, എൻ്റെ പേര് സുമേഷ് എന്നായിരുന്നു. അപ്പോ സ്കൂളിൽ ഹാജർ വിളിക്കുമ്പോഴും എല്ലാ കാര്യത്തിനും എസ് എന്ന് വരുന്നത് കൊണ്ട് ഏറ്റവും ഒടുവിൽ പോരും. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എൻ്റെ മക്കൾ അങ്ങനെ വരാൻ പാടില്ല, അവർ ആദ്യം വരണം. അതുകൊണ്ട് ആദ്യ അക്ഷരമായ എയിൽ അവരുടെ പേര് തുടങ്ങണം. 2, അതൊരു വെറൈറ്റി പേരായിരിക്കണം. 3, അത് ബൈബിളിനോട് വളരെയധികം സാമ്യമുള്ള പേരായിരിക്കണം. 4, അതിനൊരു അർത്ഥം ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് പേരിട്ടത്. പക്ഷെ ഇവിടെ അമ്മ തന്റെ മകനെ പേരിടുകയാണ്, യബ്ബേസ്, വ്യസനത്തിന്റെ പുത്രൻ. ഏതെങ്കിലും അമ്മ ഇടുവോ? ആ പേരിൽ തന്നെ, ആ പേരിട്ടതിൽ തന്നെ അവർക്ക് പ്രതീക്ഷയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം വേഗത്തിൽ പര്യവസാനിപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം കേൾക്കൂ. യബ്ബേസിനെ കുറിച്ച് അവന്റെ അമ്മയ്ക്കും അവന്റെ അപ്പനും അവന്റെ സഹോദരങ്ങൾക്കും പ്രതീക്ഷയില്ലാത്തതുപോലെ ആമേൻ സ്തോത്രം, ഒരു പക്ഷേ ആമേൻ നിങ്ങളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച് അവൻ പ്രതീക്ഷയില്ലാത്ത ആളുകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ, പ്രതീക്ഷയില്ലാത്തവരുടെ നടുവിലും പ്രതീക്ഷ നൽകുന്ന, പ്രതീക്ഷയില്ലാത്തവരുടെ നടുവിലും മാനിക്കുന്ന ഒരു ദൈവത്തോടാണ്, ഇസ്രായേലിന്റെ ദൈവത്തോടാണ് യബ്ബേസ് പ്രാർത്ഥിച്ചതെങ്കിൽ ഇന്ന് പകൽക്കാല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിക്കത്ത് ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ആശങ്കപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ?